ഏതാണ്ട് 1600-ൽ ആളുകൾ മരിച്ചു എന്നാണ് മ്യാൻമറിൽ നിന്ന് വരുന്ന ഔദ്യോഗിക കണക്കുകൾ. അതിൽ മരണസംഖ്യ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലോക സഹായം അവിടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് മ്യാൻമറിലെ ഇപ്പോഴത്തെ അവസ്ഥ? അവിടുത്തെ ഭരണകൂടം ഏതൊക്കെ തരത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്? മോർണിംഗ് SKN വിജയകുമാർ ആൻഡ് പ്രവിത. മ്യാൻമാറിൽ ഇപ്പോൾ മരണസംഖ്യ 1600 പിന്നിട്ടിരിക്കുന്നു. 1644 മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 3000-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. മരണസംഖ്യ എന്തായാലും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് വിവരം. കാരണം കനത്ത നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂചലനം തന്നെയാണ്. മ്യാൻമാറിനെ ആകെ തകർത്തെറിഞ്ഞൊരു ഭൂചലനമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കും. നേരത്തെ തന്നെ US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 10,000 മരണസംഖ്യ 10,000 കടന്നേക്കുമെന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഈ ദുരന്ത ബാധിത മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തക്ക സമയത്ത് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് അങ്ങോട്ട് എത്തിച്ചേരാനാകാത്തതാണ് ഒരു വെല്ലുവിളി. മാത്രവുമല്ല ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട യന്ത്രങ്ങളുടെ ഒരു അഭാവമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും രക്ഷാപ്രവർത്തകർ പറയുന്നത് വെറും കൈകൾ കൊണ്ട് തന്നെ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മരണസംഖ്യ ഉയർന്നേക്കും. കാരണം അത്രത്തോളം ഉയർന്നേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും രാജ്യത്തെ തന്നെ ഡാമുകളും അതുപോലെ തന്നെ പാലങ്ങളും ദേശീയപാതകളും ആശുപത്രികളെല്ലാം തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. നായ്പഡോയിൽ തന്നെ ഒരു ആശുപത്രി തകർന്നിരിക്കുന്നു. അതുകൊണ്ട് മതിയായ ഈ രക്ഷപ്പെടുത്തിയവർക്ക് ചികിത്സ നൽകാനായിട്ടുള്ള ആശുപത്രികളും കുറവാണ്. മാത്രമല്ല അവിടെ തന്നെ ഡോക്ടേഴ്സിന്റെ സേവനവും കുറവാണ് എന്ന് തന്നെയാണ് വിവരം. നേരത്തെ തന്നെ പട്ടാള ഭരണകൂടമുള്ള ഒരു രാജ്യമായതിനാൽ ഈ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നതും വസ്തുതകൾ പുറത്തു വരുന്നതിനും പ്രതിസന്ധികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ യഥാർത്ഥ വസ്തുതകളെല്ലാം വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും പുറത്തു വരിക. ഈ ഒരു ദുരന്തത്തിനിടയിലും മാൻഡലെ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. 1200 വിവരങ്ങൾ നൽകിയത്.